ഹലോ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. ദേ എൻ്റെ കുട്ടിപ്പെണ്ണ് ഇതോ ഇരുന്ന് ചിരിക്കുന്നു. അപ്പം ഞങ്ങൾ ഇന്നത്തെ യാത്ര നേരെ നമ്മൾ ആർമി ക്യാൻറ്റീനിലോട്ടാണ്. കഴിഞ്ഞ മാസം നമ്മളൊന്നും വാങ്ങിക്കാൻ പോയില്ലായിരുന്നു. അപ്പോൾ ഈ മാസത്തേക്ക് അതാക്കാമെന്ന് കരുതി. അപ്പം നിങ്ങൾക്കും കൂടി ആ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് കരുതി. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം കൂടി ഒന്ന് കണ്ടു കേട്ടോ. അപ്പം ഈ പോകുന്ന ഭാഗത്ത് തന്നെ ഇവരുടെ തന്നെ ഒരു 3-4 സ്റ്റോറും കൂടി ഉണ്ട് കേട്ടോ. സൃഷ്ടി, സുവിധ. അപ്പം അവിടുന്ന് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യാം. ഇപ്പം ഞങ്ങൾ നേരെ കയറുന്നത് ക്യാൻറ്റീനകത്തോട്ടാണ് കേട്ടോ. അപ്പോൾ അകത്ത് കയറി ഇതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എൻട്രൻസിൽ കയറി. പിന്നെ എൻ്റെ മക്കളെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ. അതും എടുത്ത് ഇതും അന്വേഷിച്ച് എല്ലാം നടപ്പാണേ. അപ്പം അതാണ്ട് ഈ സൈഡ് മൊത്തവും നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നമുക്ക് ആവശ്യമുള്ള തിരികളും ചന്ദനത്തിരി അങ്ങനെ കർപ്പൂരം അങ്ങനെയുള്ള സെക്ഷനുകളാണ്. ഈ ഭാഗം മൊത്തം ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഡയപ്പേഴ്സും മറ്റുമാണ്. ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പാഡ്സും മറ്റുമാണ്. എന്നിട്ട് നേരെ ഞങ്ങൾ ട്രോളിയുടെ സെക്ഷനിലോട്ട് കയറി. ഒരു ട്രോളി വേണ്ടുന്നതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റിയും പ്രൈസും എല്ലാം ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് നടക്കുവാണ് അപ്പുറത്തെ സൈഡിലോട്ട് പോകാനായിട്ട്. ഈ സൈഡ് മൊത്തവും നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ്. ബൂസ്റ്റ്, സെർലാക്ക്, നാൻപ്രോസ്, ലാക്ടജൻ അങ്ങനെയുള്ള സാധനങ്ങളുടെ ഒരു സെക്ഷനാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മിൽക്ക് പൗഡർ, ടീ പൗഡർ അങ്ങനെയുള്ള സെക്ഷനുകൾ. ഈ സൈഡ് മൊത്തം മസാല ഐറ്റംസൊക്കെയാണ്, സോസ് ഉൾപ്പെടെ അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പിന്നെ വന്നേക്കുന്നത് ബിസ്ക്കറ്റിൻ്റെ സെക്ഷനാണ്. അതെല്ലാം തന്നെ പല വെറൈറ്റി ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് നമുക്ക് ആവശ്യമുള്ള അരികൾ, ബസ്മതി അരി, നോർമൽ അരി, പിന്നെ വേറെ എന്തോ ഒരു ടൈപ്പ് അരിയും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമുള്ളതെല്ലാം അതിൻ്റെ അകത്തുനിന്ന് എടുക്കുന്നുണ്ട്. കൂടെ എൻ്റെ വീഡിയോയും എൻ്റെ 2 പിള്ളേരും രണ്ടും മത്സരിച്ച് ഓട്ടമാണ്. അതും ഇതും വാരി അവർക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം നമ്മുടെ ബാസ്ക്കറ്റിൽ വാരി ഇടുന്നുണ്ട്. അപ്പോൾ ഈ സൈഡ് മൊത്തവും ഡേറ്റ്സും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് മൊത്തം ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് വന്നു. അവിടെയാണ് നെയ്യും സൺഫ്ലവർ ഓയിലിൻ്റെയും പിന്നെ മറ്റേ കടുകെണ്ണ അങ്ങനെയുള്ള സെക്ഷനുകളുടെ എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ആവശ്യമുള്ളതും എടുത്ത് നേരെ ഞങ്ങൾ നമ്മളെ കോസ്മെറ്റിക്കിൻ്റെ സൈഡിലോട്ട് വന്നു. അവിടുന്ന് ആവശ്യമുള്ളതും എല്ലാം എടുത്ത് എങ്ങനെയൊക്കെ നോക്കിയാലും 10,000-4,000 രൂപയ്ക്കകത്തുള്ള സാധനങ്ങളും പർച്ചേസ് ചെയ്ത് ഇനി 2 മാസത്തേക്ക് ഇങ്ങോട്ട് കയറത്തില്ല എന്നും പറഞ്ഞ് എന്നെ വിളിച്ച് നേരെ കോട്ട